എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ട കുത്താനായിട്ട് വന്നപ്പോൾ നമുക്ക് വലിയൊരു കട്ടള കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ കുറേ ചേറുമീനെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കട്ടള പിടിക്കുന്ന വീഡിയോയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കട്ടള പിടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പോലെ കേട്ടോ. അധികം ആഴമില്ലാത്ത സ്ഥലത്തൊക്കെ പുല്ലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ കല്ലും കെട്ടി നടുക്ക് കല്ല് കെട്ടിയിട്ട് ഇതുപോലെ വല കെട്ടിയിടും കേട്ടോ. പക്ഷേ നമുക്ക് ഈ വലയ്ക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോകണേ. കട്ടള വലിയ കട്ടളയാണല്ലോ. അതുകൊണ്ട് നല്ല സൈസ് കട്ടള കേട്ടോ. ചത്തുപോയി കേട്ടോ. അല്ലല്ല, ഇപ്പോൾ പിടിച്ചതാ, ഇന്ന് പിടിച്ചതാ. ചത്തുപോയി. 20 കിലോ ഉണ്ടല്ലേ. മറ്റേ പോലെയാണ് ഏഴിൻ്റെ ചത്തുപോയത് പിടിച്ചിട്ട്. ഇതാ ഇന്നലെ മറയുന്ന കേട്ടെ. വല കയറി കളഞ്ഞോ? ഇത് കണ്ണിയോടൊക്കെ അല്ല കേട്ടോ, പൊതിഞ്ഞു പിടിച്ചതാണ്. ഉണ്ട്, ചെറിയ വലയാണ്, അതൊക്കെ ഒരു പൊതിഞ്ഞു പിടിച്ചതാണ്. എടുക്കണില്ല, അവിടെ പൊതിച്ചതാ. 20 കിലോ ഉണ്ടോ? 15 കിലോ 8 കിലോ വരുമല്ലേ? 18 കിലോ വരുമായി. അപ്പം നമുക്ക് പിന്നെ വീട്ടിൽ കൊണ്ട് തൂക്കി നോക്കാം. ഇവിടെ നല്ലൊരു വല കൊണ്ടൊക്കെ കിട്ടണം. ഇതിപ്പോൾ ഇതിനെ എടുക്കുന്നത് ചത്തുപോയിട്ടോ, അതേ പോയിരുന്നത്. നല്ല വെയിറ്റുണ്ട്, ഭയങ്കര. അവിടെ മീൻ പിടിച്ച് വലയെല്ലാം ചുരുട്ടി വെച്ചിരിക്കുക കേട്ടോ. ഞാൻ കുരുക്കൊക്കെ നമ്മൾ എടുത്ത് വിടണം, എങ്കിലും നാളെ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. ഇവിടെ കട്ടല പിടിക്കും. നമുക്കന്ന് കിട്ടിയ ഇത്ര മീനുകൾ കേട്ടോ. അപ്പോൾ ചേർമീനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്, ഇതിൻ്റെ ഒരു ചിറക് തന്നെ നമ്മുടെ ഒരു കൈപ്പത്തിരി അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോവാണ് കേട്ടോ. ഇതാ നമുക്ക് പോകാനുള്ള വഴി. അപ്പം നമ്മളതിനെ തൂക്കി നോക്കാനുള്ള പരിപാടി കേട്ടോ. ഇനി അവിടെ ഇങ്ങോട്ടാക്കിയാലോ. കെട്ടണ്ട, ഇതില കിട്ടാൽ മതി. ഇത് ഹോട്ടലേക്ക് കിട്ടാൽ മതി. പിടിച്ചു വിട്ടോ. 20 നമ്മൾ ഓർത്തത് 20 കിലോ എടുത്തോണ്ടെന്നാണ് കേട്ടോ. പക്ഷേ 14 കിലോ ഉണ്ടായിരുന്നു മീൻ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സൈസുള്ള മീനാണ്. മീന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ വലിപ്പം ഉണ്ടായിരുന്നു മീന്. പക്ഷേ തൂക്കം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ. അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ.